വാർത്തകൾ തുടരുന്നു. മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ശാസ്ത്രീയ അറവുശാലകൾ സ്ഥാപിക്കണമെന്ന് ആവശ്യം. മലയോര മേഖലയിലെ പഞ്ചായത്തുകളിൽ അറവുശാലകളില്ലാത്ത സാഹചര്യത്തിലാണ് ആവശ്യമുയരുന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഊന്നൽ നൽകുന്നതിന്റെ ഭാഗമായാണ് അറവുശാലകൾ ശാസ്ത്രീയവൽക്കരിക്കണമെന്ന ആവശ്യം ഉയരുന്നത്. അശാസ്ത്രീയമായ അറിവ് പ്രക്രിയകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നത് മൂലം ദുർഗന്ധം വമിക്കുന്ന ദേശീയപാതകളും വഴിയോരങ്ങളും പൊതുജനത്തിന് ആരോഗ്യ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇറച്ചിക്കോഴി അവശിഷ്ടങ്ങൾ റോഡരികിലും പൊതുസ്ഥലങ്ങളിലും വലിച്ചെറിയുന്ന വഴിയുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല. അശാസ്ത്രീയമായ അറിവ് പ്രക്രിയകളും മാലിന്യ നിക്ഷേപങ്ങളും കേരളത്തിൽ 25% ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആഗോളതലത്തിൽ വെജിറ്റേറിയനിസം ശക്തിപ്പെടുമ്പോഴാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഈ ആശയത്തിന് വേണ്ടത്ര പിൻബലം ലഭിക്കാതിരിക്കുന്നത്. ഇന്ത്യയിൽ കേരളം, പശ്ചിമ ബംഗാൾ മുതലായ സംസ്ഥാനങ്ങളിലാണ് മാട്ടിറച്ചിയുടെ ഉപഭോഗം കൂടുതലായി ഉള്ളത്. കേരളത്തിലെ 90% ആളുകളും മാംസാഹാരം കഴിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആഗോളതലത്തിൽ പന്നിയിറച്ചിയുടെ ഉപഭോഗം കൂടുതലാണ്. പന്നിയിറച്ചി കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് കോഴിയിറച്ചിയും തുടർന്ന് മാട്ടിറച്ചിയുമാണ്. എന്നാൽ കേരളത്തിൽ കോഴിയിറച്ചിക്കാണ് മുൻതൂക്കം. 2ാം സ്ഥാനം മാട്ടിറച്ചിക്കും തുടർന്ന് ആട്ടിറച്ചിക്കും. ആളോഹരി ഇറച്ചിയുടെ ഉപഭോഗം ഏതാണ്ട് പ്രതിദിനം 4.8 ഗ്രാമാണ്. ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിന്റെ കണക്കനുസരിച്ച് പ്രതിശീർഷ ആവശ്യകത പ്രതിദിനം 13.8 ഗ്രാമാണ്. ഉൽപാദനവും ലഭ്യതയും തമ്മിലുള്ള അന്തരം ഇത് മനസ്സിലാക്കാം. ഇറച്ചി ഉൽപാദന സഹകരണ മേഖലയിലെ അനന്ത സാധ്യതകളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ 75% നഗരസഭകളിലും മാത്രമേ ശാസ്ത്രീയമായ അറവുശാലകൾ നിലവിലുള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിലും വഴിയോരങ്ങളിലും റോഡരികിലുമാണ് ഇറച്ചി വിൽപ്പന നടത്തുന്നത്. കശാപ്പിന് മുമ്പ് മൃഗങ്ങളെ വെറ്റിനറി ഡോക്ടറുടെ പരിശോധനയ്ക്കും വിധേയമാക്കണം എന്നും ഇറച്ചി ഉപയോഗയോഗ്യമാണോ എന്ന് പരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ അശാസ്ത്രീയ അറിവ് പ്രക്രിയകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ഇതൊന്നും നടപ്പിലാക്കുന്നില്ല. ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന ഇറച്ചി വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ കശാപ്പ് ചെയ്യുന്നതും ചിലപ്പോൾ രോഗം ബാധിച്ചതും ചത്തതുമായ മൃഗങ്ങളിൽ നിന്നുള്ളതും ആയിരിക്കും. ഇതിലൂടെ 200ഓളം രോഗങ്ങളാണ് മനുഷ്യരിലേക്ക് പകരുന്നത്. ക്ഷയം, റാബീസ്, ആൻഡ്രാക്സ്, ഭക്ഷ്യവിഷബാധ, ത്വക്ക് രോഗങ്ങൾ, ആമാശയാർബുദം മുതലായവ ഇവയിൽ ചിലത് മാത്രമാണ്. ശാസ്ത്രീയ അറിവ് പ്രക്രിയയിൽ കശാപ്പിന് മുമ്പ് മൃഗങ്ങളുടെ വിശ്രമവും 4 മണിക്കൂർ മുമ്പ് വെള്ളവും ഭക്ഷണവും നൽകണം. അറവുശാലകളുടെ നികം ടൈൽസ് പതിച്ച് വൃത്തിയാക്കിയിരിക്കണം. ഇറച്ചി നിലത്ത് സ്പർശിക്കാത്ത രീതിയിൽ തൂക്കിയിട്ട് അറവ് പ്രക്രിയ നടത്തണം. അറവുശാലയിൽ നിന്നും പാഴായി പോകുന്ന എല്ല്, രക്തം, തുകല് എന്നിവ ശാസ്ത്രീയ രീതിയിൽ സംസ്കരിക്കണം. ഇവയിൽ നിന്നും വിലയേറിയ ഔഷധങ്ങൾ, വളം, ലെതർ ഉൽപ്പന്നങ്ങൾ മുതലായവ നിർമ്മിക്കാം. ഇവ പാഴാകുന്നതിലൂടെ 500 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് പ്രതിവർഷം ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ഇറച്ചി സംസ്കരണ മേഖലയിൽ ഭക്ഷ്യസുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഹാപ്പിസ്, GMP, GRP നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ശാസ്ത്രീയ പാക്കിംഗ്, ഉപഭോക്താക്കൾക്ക് ആവശ്യമായ അളവിൽ ലഭിക്കുന്നതിനുള്ള പ്രക്രിയ എന്നിവ അത്യന്താപേക്ഷിതമാണ്. കയറ്റുമതി ലക്ഷ്യമിട്ട യൂണിറ്റുകളും കേരളത്തിൽ സാധ്യതകളുണ്ട്. ഇറച്ചി, കോഴി വിൽപ്പന, സംസ്കരണ കേന്ദ്രങ്ങൾ എന്നിവ കൂടുതലായും പട്ടണപ്രദേശങ്ങളിലും റോഡരികിലുമാണ് പ്രവർത്തിക്കുന്നത്. മലയാളികളിൽ 5 പേർക്ക് മാത്രമേ ശീതീകരിച്ച് പാക്ക് ചെയ്ത കോഴിയിറച്ചിയോട് താല്പര്യമുള്ളൂ. കൺമുമ്പിൽ വെച്ച് ഡ്രസ് ചെയ്യുന്ന കോഴിയിറച്ചി വാങ്ങാനാണ് എല്ലാവർക്കും താല്പര്യം. കോഴിയിറച്ചി സംസ്കരണ സ്റ്റാളുകൾ ടൈൽസിട്ട് ശാസ്ത്രീയ രീതിയിൽ രോഗാണുബാധയ്ക്കിടയില്ലാത്ത വിധം പുതിയ രീതിയിൽ നിർമ്മിക്കണം. ശുദ്ധമായ വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അറവുശാല, കോഴിയിറച്ചി സംസ്കരണ യൂണിറ്റുകൾ എന്നിവ കഴുകി വെള്ളം പൊതുസ്ഥലങ്ങളിലേക്ക് വിടുന്നതാണ് മലിനീകരണത്തിന് ഇടവരുത്തുന്നത്. ഖരമാലിന്യങ്ങൾ ഉപോൽപ്പന്നങ്ങളായി മാറുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്ന പ്രക്രിയ അനുവർത്തിക്കണം. ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിൽ തിരക്ക് പിടിച്ച നഗര പട്ടണ വീതികളിൽ സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ എന്നിവയിൽ നിന്നും നിശ്ചിത അകലത്തിലായിരിക്കണം അറവുശാലകൾ. കേരളത്തിലെ അറവുശാല നവീകരണത്തിന് 10 വർഷങ്ങൾക്ക് മുമ്പ് പ്രൊഫസർ രാമസ്വാമി കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടുകൾ തീർത്തും പ്രായോഗികമാണ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും മൃഗങ്ങളെ കൊണ്ടുവന്ന് കശാപ്പ് ചെയ്യുന്ന ഇറച്ചി വിൽപ്പന നടത്തി മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നതിന് പകരം സംസ്ഥാന അതിർത്തി പ്രദേശങ്ങളിൽ അറവുശാല സ്ഥാപിച്ച് ഇറച്ചി കേരളത്തിലേക്ക് ശീതീകരിച്ചെത്തുന്നത് മാലിന്യ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ സഹായകമാകും. പുൽക്കൂടുകളും ക്രിസ്തുമസ് ട്രീകളും ഒരുക്കി രക്ഷകനെ എതിരേൽക്കാൻ ക്രൈസ്തവ സമൂഹം ഒരുങ്ങി. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശമാണ് ക്രിസ്തുമസ് ട്രീകൾ പങ്കുവയ്ക്കുന്നത്. ചെറുനക്ഷത്രങ്ങളും ദീപങ്ങളും കൊണ്ട് അലങ്കരിച്ച ട്രീകൾ ക്രിസ്മസിന് മുന്നോടിയായി വീടുകളിൽ സ്ഥാപിക്കുന്ന പതിവ് ജർമ്മനിയിലാണ് ആരംഭിച്ചത്. സെയിന്റ് ബോണിഫസ് ആണ് അലങ്കൃത മരങ്ങൾ ക്രിസ്മസ് ആചരണത്തിന്റെ ഭാഗമാക്കിയത്.
ഓക്കുമരച്ചില്ലകൾക്ക് പകരം കടലാസും പ്ലാസ്റ്റിക്കും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റെഡിമെയ്ഡ് ട്രീകൾ വിപണിയിൽ ലഭ്യമാണ്. 6 അടി വലുപ്പത്തിൽ വരെ ലഭിക്കുന്ന ട്രീകൾക്ക് 1500 രൂപ വരെ വില നൽകണം. യേശുക്രിസ്തു ജനിച്ച ബത്ലഹേമിലെ കാലിത്തൊഴുത്തിന്റെ മാതൃകയിലാണ് വീടുകളിലും ദേവാലയങ്ങളിലും പുൽക്കൂടുകൾ സജ്ജീകരിക്കുന്നത്. ഉണ്ണിയേശു, യൗസഫ്, മറിയം എന്നിവർക്ക് പുറമെ ജ്ഞാനികളായ രാജാക്കന്മാർ, മംഗളവാർത്ത അറിയിച്ച മാലാഖമാർ, ആട്ടിടയന്മാർ, കന്നുകാലികൾ എന്നിവയും പുൽക്കൂടുകളെ അലങ്കരിക്കും. രൂപങ്ങൾക്ക് പുറമെ സെറ്റ് ചെയ്ത പുൽക്കൂടുകളും വിപണിയിൽ ലഭ്യമാണ്. 285 രൂപ മുതലാണ് പുൽക്കൂടുകളുടെ വില ആരംഭിക്കുന്നത്. വർണ്ണവിളക്കുകൾ, സാന്താക്ലോസ് മാസ്കുകൾ, കാർഡുകൾ എന്നിവയും നക്ഷത്രങ്ങളിലും ചൈനീസ് സാന്നിധ്യം വർദ്ധിച്ചതും ഇത്തവണ ക്രിസ്മസ് വിപണിയെ വ്യത്യസ്തമാക്കുന്നുണ്ട്. മിക്ക ടൗണുകളിലും ക്രിസ്മസ് പുതുവത്സര വിപണി മുന്നിൽ കണ്ട് പ്രത്യേക സ്റ്റാളുകളും തുറന്നിട്ടുണ്ട്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടുന്ന മയ്യന്താനി മുമ്മുള്ളി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പൊതുയോഗം നടത്തി. മയ്യന്താനിയിൽ നടത്തിയ യോഗത്തിൽ പ്രദേശവാസികളായ നിരവധി ആളുകൾ പങ്കെടുത്തു. റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതുവരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുവാനും പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. ഇപ്പൊ ഈ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ആളുകളുടെ കഴിഞ്ഞ ഈ മുനിസിപ്പാലിറ്റിക്ക് മുമ്പുള്ള ഒരു പഞ്ചായത്തിന്റെയോ അല്ലെങ്കിൽ അതേ ആളുകളുടെയോ അതേ ഭരണകർത്താക്കളുടെ ഒക്കെ ഒരു തുടർച്ച തന്നെയാണ്. അന്നും ഈ റോഡിന്റെ സ്ഥിതിയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. ഞാൻ നോക്കുമ്പോൾ നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള, ഏറ്റവും കൂടുതൽ ജനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു പോക്കറ്റ് റോഡ് ചന്തക്കുന്ന് മയ്യന്താനി റോഡാണ്. യോഗത്തിൽ TJ നിലമ്പൂർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ PM ബഷീർ, TP വിഷൻ, K അൻവർ, K രാമദാസ്, PT വേലായുധൻ, K രജീന്ദ്രബാബു, KV വിഷൻ എന്നിവർ സംസാരിച്ചു. തുടർ പരിപാടികൾ നടത്തുന്നതിനായി 9 അംഗ സമരസമിതി രൂപീകരിക്കുകയും ചെയ്തു. ഭാരവാഹികളായി K അൻവർ ചെയർമാനായും TP വിഷൻ കൺവീനറായും തെരഞ്ഞെടുക്കപ്പെട്ടു. മയ്യന്താനി മുമ്മുള്ളി പ്രദേശത്തെ ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന റോഡ് 2.5 കിലോമീറ്ററോളം ദൂരം തകർന്നു കിടക്കുന്നതിനാൽ 100 കണക്കിന് വിദ്യാർത്ഥികളും കുടുംബങ്ങളും യാത്രാ ദുരിതം അനുഭവിക്കുകയാണ്. 21 വർഷത്തിനിടെ 14 വർഷം മുമ്പ് ഒരു തവണ മാത്രമാണ് റോഡ് റീടാർ ചെയ്തത്. നിലമ്പൂർ നഗരസഭയിലെ പ്രാദേശികമായി ഏറെ തിരക്കുള്ള റോഡാണിത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് ഓട്ടോറിക്ഷ വിളിച്ചാൽ വരാൻ സമ്മതിക്കുന്നില്ല. ഇത് കാരണം രോഗികൾ വളരെ പ്രയാസം നേരിടുകയാണ്. അമിതമായ യാത്രക്കൂലി ഈടാക്കുന്നതും പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നു. പ്രശ്നങ്ങൾ സൂചിപ്പിച്ച് പരാതി നൽകിയിട്ടും അനുകൂലമായ നിലപാട് അധികാരികളിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഈ സന്ദർഭത്തിലാണ് പ്രദേശവാസികൾ സംഘടിച്ച് പൊതുയോഗം നടത്തിയത്. ഇനിയൊരു ഇടവേള.